ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഫാമിലി ഇഫ്താറാണ്. എൻ്റെ ഉപ്പാപ്പ ആദ്യമായി ഫ്ലാറ്റിലേക്ക് വരുന്നതും കൂടിയാണ്. ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും സെറ്റ് ആക്കിയിരുന്നു. അതുകൊണ്ട് ഇന്ന് ലാസ്റ്റ് കുറച്ച് ടച്ചപ്സും പിന്നെ കരിക്കലും പൊരിക്കലൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ മെനു. ഗസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യൽ എൻ്റെ ഫേവറേറ്റ് പരിപാടിയാണ്. ആൻഡ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് കുറച്ചധികം നിർബന്ധമാണ് എനിക്ക്. 6 മണി ആവാണ്ട് ആരും ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ആൾക്കാരെ കണ്ടാൽ പിന്നെ എൻ്റെ സ്പീഡൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. സ്നാക്സ് എല്ലാം റെഡിയായി. ചെറുതായി ഒന്ന് ടേബിൾ സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പാപ്പയും ബാക്കി എല്ലാവരും എത്തി. പാർട്ടീസ് ഉണ്ടാവുമ്പോൾ ജ്യൂസ് ഒന്നും അടിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കേഷൻസിൽ ഞാൻ റേച്ചൽസ് ഓർച്ചിഡിന്റെ ഈ കോൺസെൻട്രേറ്റ്സ് ആണ് എടുക്കാറ്. എപ്പോൾ ഗസ്റ്റ് വന്ന് കൊടുത്താലും എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഒരു സാധനമാണിത്. പിന്നെ ഉപ്പാപ്പ ഉള്ളതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് വാങ്ങി വെച്ചിരുന്നു. ടേസ്റ്റ് എല്ലാം സെയിം ആണ്, ബട്ട് ഷുഗർ ഫ്രീ ആണെന്നുള്ളൂ. സ്വീറ്റ്നർ ആയിട്ട് അഗാവെ ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അടിച്ച് പൊളിച്ചത് കുടിക്കാം. അങ്ങനെ നോമ്പ് തുറ നല്ല റാഹത്തായി പ്ലാൻ ചെയ്ത പോലെ നടന്നു, അൽഹംദുലില്ലാ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ നേരം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞൊന്ന് റിലാക്സ് ചെയ്തു. ഡിന്നർ കംപ്ലീറ്റ് ഉമ്മാന്റെ കലാപരിപാടിയായിരുന്നു. ഇങ്ങനെ വീട്ടിൽ പാർട്ടീസ് വരുമ്പോൾ ഉമ്മയും ഞാനും എന്തോ കോമ്പറ്റീഷൻ നടത്തുന്ന പോലെയാണ്. ഉമ്മ തലക്കറി, മീൻ പൊള്ളിച്ചതും പിന്നെ ഉമ്മാന്റെ സിഗ്നേച്ചർ മുഷമൻ കോഴി. നമ്മളെ നാട്ടിൽ ഇതിന് ഇങ്ങനെയാ പറയാ, നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയാന്ന് കമന്റ് ബില്ലോ. പിന്നെ ഫുഡ് കൊണ്ട് വെച്ചതേ ഓർമ്മയുള്ളൂ. സുനാമി വന്ന പോലെ എല്ലാം തീർന്നു. നമ്മൾ ഫാമിലി ഒരുമിച്ചുണ്ടാകുമ്പോഴുള്ള ഒരു ഫൺ ആൻഡ് ഹാപ്പിനെസ് അതൊരു ഡിഫറെന്റ് ഫീൽ തന്നെയാണല്ലേ. മാഷാ അല്ലാ. അപ്പൊ അത്രേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കേ, ബൈ.